ആ അച്ഛനും പറഞ്ഞിരിക്കുകയായിരിക്കൂല്ലേ. എനിക്ക് സന്തോഷായിട്ടോ നിങ്ങള് വന്ന്. എന്റെ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങളെ ഭക്ഷണമൊക്കെ ഇഷ്ടമായില്ല എല്ലാവർക്കും? നല്ല ഭക്ഷണമായിരുന്നു ആണല്ലേ. ആ നല്ലല്ലേ. ഞാൻ പെട്ടെന്ന് എടുത്തതാ, സമയമല്ല എനിക്ക്. കളർ എന്തോ അതെല്ലാവർക്കും പിടിക്കൂലോ, ഒരാൾ ഇഷ്ടമല്ല നിങ്ങളല്ലേ അല്ലേ റീനെ? എന്ത് ഭക്ഷണോ ഒരു രസം. ഞാൻ പിന്നെ സദ്യ കഴിച്ചേ. എനിക്ക് ഇഷ്ടപ്പെട്ടിക്കില്ലേ? ഒരു സാരി എനിക്ക് ഇഷ്ടപ്പെട്ടിക്കോ? ഇതൊക്കെ എന്താ ശോഭിച്ച് ഞാനങ്ങ് പറഞ്ഞിട്ട് ഒരു ഗുണമില്ല കണ്ടിട്ടില്ലേ. ഒരു സുഖമില്ല. പിന്നെ നമ്മൾ അന്നേരം അങ്ങ് പറഞ്ഞതാ ചേരുന്നു. ഇതായിരുന്നു എന്റെ രജനി ചുരിദാർ വാങ്ങി. ഇത് കോഴിക്കോട് നല്ലതാണോ? ആ നല്ല രസമുണ്ട്. ഓ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും പറയലുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് കൊറേ പൈസയൊക്കെ ആയോ? ഞാൻ അധികവും കോഴിക്കോട് ഡ്രസ്സ് എടുക്കലുള്ളൂ. നിങ്ങളെ നാട്ടിലപ്പോ അങ്ങനത്തെ ഒരു ഷോപ്പൊന്നും ഇല്ലേ? എല്ലായിട്ടല്ല, ഞങ്ങൾക്ക് അത് ശീലമായി പോയി അവിടെ പോയി എടുത്തെടുത്ത്. പിന്നെ ഇപ്പോ അങ്ങനെയാണ് പോക്ക്. അധികവും ഡ്രസ്സ് എടുക്കണേലും അങ്ങോട്ടേ പോകും. സ്റ്റാൻഡേർഡ് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. പോട്ടെ. ഓ ആയിക്കോട്ടെ. എന്താന്ന് കണ്ടതാ. അതുമല്ല ഇവിടെ നിന്നൊന്നും ഡ്രസ്സ് പറ്റിയല്ല. നമ്മളല്ല ഇവിടുന്ന് എടുക്കുന്നോലല്ലേ. ബ്രാൻഡഡ് അല്ലേ? അത് തീരെ ചേരുന്നൊന്നുമില്ല. എന്തോ ഒരു പച്ചാണ് വെള്ളയല്ല മഞ്ച മാറിടുവോ? വെള്ളയൊന്ന് പറഞ്ഞതാ. മീറ്റിംഗ് എന്ത് മീറ്റിംഗ്? ഇതിനൊക്കെ എന്തോ ഒരു വേഗം തൂക്കിയിട്ട് പോകുന്നത് കാണാം. മീറ്റിംഗ് ഞാൻ പോകട്ടെ. എന്നാലും എങ്ങോട്ട് പോകാ? എനിക്ക് കുടുംബശ്രീ ഞായറാഴ്ചയല്ലേ? ഒരു ദിവസം പോയിക്കില്ലേ? പോയിക്കില്ലേ? അത് സാധാരണ പോയിക്കില്ല. അല്ലെ 5 ഉറുപ്പ് കൊടുക്കണ്ടേ? ഓ നല്ലൊരു ചുരിദാറല്ലേ, നല്ലൊരു ചേരുന്നതില്ലേ ഇട്ടിട്ട്. ഇത് അത്രയൊന്നും പൈസ ഇല്ല. ഇത് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ വാങ്ങി. ഞാൻ 2500 തോന്നിക്കുന്നുണ്ട്. അത്രയൊന്നുമില്ല, കുറച്ച് പൈസ. ഞാൻ പറഞ്ഞിട്ടില്ലേ മാള് ഓൽക്ക് അങ്ങനത്തെ ഫോമൊന്നും ഇല്ലാന്ന്. അല്ലേ ഓൽക്കല്ലേ എങ്ങനെ കളിക്ക. എന്നാ ഞാൻ പോട്ടെ. എന്നാല് ഞങ്ങക്ക് കുടുംബശ്രീ ഉണ്ട്. പോണം. അത് നല്ല വില തന്നെയാ. അതല്ല, ചിലപ്പോ നമ്മളെ കണ്ട വായിക്കുന്ന മിണ്ടോ, ചിലപ്പോ മിണ്ടില്ല. ഒന്നും മിണ്ടാടക്കിയാ പോവുക. ഇടയ്ക്ക് മിനിയേന്ന് പറഞ്ഞു വരിക. ഞാൻ അത്ര അതിന്റെ ഒന്നും കൊടുക്കല്ല. ആരെങ്കിലും ഇടലുണ്ടോ? അതിനിടലില്ലേ? അല്ല ശോഭച്ചോ, 10 വയസ്സുണ്ട്. ഓള് കുപ്പി വിലയിലിട്ട് നടക്കണ പ്രായമായിട്ട് പിള്ളേരല്ലേ ഇടുക. കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ തൊലിയെല്ലാം കിട്ടുകയും പണിയല്ലേ അല്ലേ? പിന്നെ ഇവളാ നിപ്പ് പോലെയല്ലേ പണിയൊക്കെ ഉണ്ടാവില്ല. സ്നേഹമൊക്കെ ആണോ? ആണോ? ഞാൻ പോട്ടെ. എനിക്ക് ട്യൂഷൻ ഉണ്ട്, കുട്ടികൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ട്യൂഷൻ എടുക്കലുണ്ട്. ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. കണ്ടോ രാവിലെ അങ്ങ് പോകും. ഒരു പണി എടുക്കാലോ അല്ലെ? അതിന്റെ അമ്മായി ഓളായത് ഒന്നും എടുക്കാലോ അല്ല. ഒരാളൊക്കെ നന്നായി അങ്ങോട്ട് നോക്കി വെക്കാലോ അല്ല. ഇങ്ങനത്തെ എന്തോ ഒരു കോലോണ്ടിലെ ഇട്ടിട്ട് ചേരുന്നൊന്നുമില്ല. എല്ലാ അമ്മയും ഇവിടെ പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയാം. അങ്ങനെ ഉണ്ടത്. അല്ല മിറ്റം ചോറെല്ലാം കഴിഞ്ഞിട്ട് പോയാ പോരെ? ചോറ് വെച്ച് വെച്ചിട്ട് പോയാ പോരെ? ജോലിക്കെല്ലാം പോകുന്ന പോലെ അങ്ങനെയല്ലേ? പറഞ്ഞു കൊടുക്കണം. ശരിയായാല. A few moments later. തന്നെയാണല്ലോ.
350 റുപ്യ ഈറ്റാത്തി ഒന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ശോഭേച്ചി തുണി വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഒന്നില്ലേ വിലക്കുണ്ട്. അല്ല ശോഭേച്ചി ഇതിപ്പോ ഫാഷൻ പോയതല്ലേ. ഇതോ ഇത് എവിടെ ഫാഷൻ പോയത്? ഇതോ ഇതിപ്പോ എല്ലാരും ഇത് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ എന്റെ സ്വഭാവം തന്നെയാ. എനിക്കറിയാം. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് പോയാൽ എല്ലാം കൊണ്ട് ഇനി കുറ്റാ പറഞ്ഞേ. ഞാനൊരാളെ കൊണ്ട് കുറ്റം പറഞ്ഞിരിക്കുന്നു. ശോഭേച്ചി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു. നീ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടുന്ന്? ഏടാല്ലേ പെണ്ണിനെ കൊണ്ട് പൊങ്ങച്ചാന്ന്. ഞാനൊരു പാവായതുകൊണ്ടല്ലേ ഇന്റെ തലയിൽ ഇങ്ങനെ കയറുന്നത്. കുടുംബശ്രീയിൽ വെച്ച് തന്നെ കാര്യം കുടുംബശ്രീ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എന്റെ കാര്യം എനിക്കറിയാം. അല്ലേ എന്നെ കൊണ്ടല്ലേ നാട്ടിലുള്ളവർ മുഴുവനും പറയുന്നുണ്ട് എന്നെ കൊണ്ട്. കൊണ്ട് പറയുന്നുണ്ട്. ഇല്ല ഇല്ല, ഇന്നെ കൊണ്ട് ഒരാളും പറയല. ഇന്നെ കൊണ്ട് ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. അനക്ക് ഭയങ്കര സ്റ്റൈലാന്ന്. അധ്വാനിച്ച് കൊണ്ടുവരുന്ന മുഴുവൻ ഇനി കൊണ്ട് സ്റ്റൈലാക്കി തീർക്കാൻ എല്ലാവരും അല്ലച്ച ഇവരൊക്കെ ആരാ ക്ഷണിച്ച്? ഇത് പ്രശ്നമാവോ? ഇതല്ലേ അമ്മേന്റെ കമ്പനിക്കാരാണ് ഇവരൊക്കെ. അമ്മ ക്ഷണിച്ചിട്ട് വന്ന ആൾക്കാരാ. നിങ്ങളോട് നടന്നിട്ടാ ഞാൻ ഇങ്ങനെ ആയി പോയെന്നെ. കള്ളത്തിലുള്ള ഓരോരുത്തരെ കൊണ്ട് ഇതൊക്കെ ആരക എന്തൊക്കെയാ സൗണ്ട് ഇവിടാ? എന്റെ കുടുംബക്കാരൻ എന്നാ ഞാൻ പോവുക. ഒച്ച ഉണ്ടായിക്കോളി. എല്ലാരെ കൊണ്ട് കുറ്റവും പറയും. എന്നിട്ട് അവസാനം എന്റെ തലയിലാക്കുക. ഇവളിപ്പോ കൊറേ ആൾക്കാർ ഇവിടെ കൂടി ഇരിക്കാനോ ഒക്കെ എണീറ്റ് പോയി ഓരോന്ന് എണീറ്റ് പോയതിലൊക്കെ ഇവള് കുറ്റം പറയാ. അല്ലനോ ഇത് ഏർന്ന് കിട്ടിന്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നം. മിനീനെ ശോഭേച്ചിനെ അറിയുന്നത് നിങ്ങൾക്ക്? നാളെ അങ്ങോട്ടേക്ക് വന്നാണ് കേട്ടാ. നാളെ നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാണ്.